അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും നെയിം ഫെയിമിന് ഈ രഞ്ജിനി ചേച്ചി സിയാസി ശ്വേത ചേച്ചി ഉണ്ടായിരുന്ന സീസൺ 1 അല്ലേ, സീസൺ 1 ആണ് എനിക്ക് ഏറ്റവും ക്വാളിറ്റി. ഞാൻ ഉറപ്പായിട്ട് എല്ലാവരുടെ മുന്നേ പറയുന്നത്, കാരണം എനിക്ക് ക്വാളിറ്റി ഇല്ല, എനിക്കറിയാം. സോ നമുക്ക് എപ്പോഴും ബിഗ് ബോസിന്റെ ആ ക്വാളിറ്റി ഉണ്ടായിട്ട് ഒരു ബിഗ് ബോസ് പഠനത്തില് ഒരു സീസണേ ഉണ്ടായി, ദാറ്റ് സീസൺ 1. അത് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ആൾക്കാരും ഉണ്ടായി, ഒബ്വിയസ്ലി ആര്യ ഉണ്ടായി, മണികുട്ടൻ ഉണ്ടായി, ബട്ട് നോട്ട് ഫുൾ ഗ്രൂപ്പ്. ഒരു ബിഗ് ബോസ് സീസൺ 1 പറഞ്ഞിട്ട് നമുക്കൊരു ടാഗ് ലൈൻ ആണ് അല്ലേ, അത് വെച്ചിട്ടാണ് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ രഞ്ജിനിക്ക് പറഞ്ഞത്. പിന്നെ ശോഭ എൻ്റെ നല്ല ഫ്രണ്ടാണ്. സോ പക്ഷെ നമ്മൾ ജസ്റ്റ് എന്റർടൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞില്ല ആ കാപ്പിട്ട് ഡിസേർവ് ചെയ്യുന്ന വേണ്ടി എനിക്ക് സബു ചേട്ടന് പിന്നെ അഖിൽ മാരാര്, കാരണം ഈ രണ്ടാൾക്ക് ഞാൻ എപ്പോഴും പിന്നെ മണിക്കുട്ടനുണ്ടോ അല്ലേ, പിന്നെ ദിൽസ. സോ എല്ലാവർക്കും ഓരോരോ ക്വാളിറ്റി ഒബ്വിയസ്ലി ഉണ്ടോ. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും മോശമാണ്, എല്ലാവർക്കും നല്ല ഒരു ക്വാളിറ്റി ഉണ്ടോ. പിന്നെ പക്ഷെ ഒന്നും ഇല്ലാത്ത ഒരു നല്ല രീതിയിലേക്ക് പോകുന്ന സീസൺ 1 ആണ്. അത് ഞാൻ എപ്പോഴും പറയാം. സീസൺ 1 കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ഷിയാസിന് അഭിമാനിക്കാം. കാരണം ഒരു PR-ഉം ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല, ബാക്കി ഇടപെടലുകളൊന്നും ഇല്ലാത്തൊരു സീസൺ ആയിരുന്നു സീസൺ 1 എന്ന് പറയുന്നത്. നോട്ട് ഓൺലി PR